ഇന്ത്യൻ നടി ജർമ്മനിയിലെ ന്യൂഡ് പാർട്ടിയിൽ, നേക്കഡ് പാർട്ടിയിൽ പങ്കെടുത്ത വിവരം അവർ പുറത്തുവിട്ടു. സോഷ്യൽ മീഡിയ കൂടിയാണ് അവർ പുറത്തുവിട്ടത്. ഇന്ത്യൻ നടി ആയ സുചിത്ര കൃഷ്ണമൂർത്തിയാണ് ഇപ്രകാരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ജയറാമിൻ്റെ നായികയായിട്ട് മലയാളത്തിൽ അവരൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്, കിലുക്കാംപെട്ടി എന്ന സിനിമ. അതിനകത്ത് ജയറാമിൻ്റെ നായികയായിരുന്നു ഇവർ മികച്ച ഗായികയാണ്. സോഷ്യൽ മീഡിയയിലെ സുചിത്രയുടെ കുറിപ്പുകൾ വളരെ വൈറലാണ്. സുചിത്ര ഇന്ത്യയിലും കർണാടകയിലും തമിഴിലുമൊക്കെ നായികയായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അവരടുത്ത കാലത്ത് ബെർലിനിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു നേക്കഡ് അല്ലെങ്കിൽ ന്യൂഡ് പാർട്ടിയിൽ പങ്കെടുക്കണമെന്ന് തോന്നി. പക്ഷെ പങ്കെടുക്കുന്നവർ ഫീസ് കൊടുക്കുന്നത് കൂടാതെ അവിടെ പ്രവേശിക്കണമെങ്കിൽ ന്യൂഡായിട്ട് മാത്രമേ, നഗ്നരായിട്ട് മാത്രമേ പ്രവേശിക്കാൻ കഴിയുള്ളൂ. സുചിത്ര കൃഷ്ണമൂർത്തി അങ്ങനെ പ്രവേശിച്ചുണ്ടാവണം. അവർ ആ ന്യൂഡ് പാർട്ടിയിൽ പങ്കെടുത്തു. ജർമ്മനിയിൽ ഇത് സർവ്വസാധാരണമാണ്. ഇതിനെതിരായി അതിശക്തമായ ചില നടപടികൾ ജർമ്മനിയിലെ ജനങ്ങൾ, നല്ലൊരു വിഭാഗം ആൾക്കാർ ഇത് നടത്താൻ പാടില്ല എന്ന് വന്ന് എതിർത്ത് അവിടെ വളരെയധികം സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ യഥേഷ്ടം ഇപ്പോഴും ആ നേക്കഡ് പാർട്ടി, ന്യൂഡ് പാർട്ടി അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ പങ്കെടുക്കുന്ന ആൾക്കാർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ചില യോഗികൾ, ഇന്ത്യൻ യോഗികൾ, വിദേശത്തുള്ള യോഗികൾ, അവിടെയൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ, പല പ്രായത്തിൽ ഉള്ളവർ അവിടെ നേക്കഡായിട്ടുള്ള ചില പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജർമ്മനിയിൽ ഇത് ഹോട്ടലുകളിൽ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലങ്ങളിലാണ് നടത്തുന്നത്. അവരെ എൻട്രി ചെയ്യണമെങ്കിൽ വസ്ത്രം ഉണ്ടാകാൻ പാടില്ല. ഏതായാലും സുചിത്ര കൃഷ്ണമൂർത്തി നേക്കഡായി അവിടെ ആളിൽ പ്രവേശിച്ചു. അവർ 20 മിനിറ്റ് കഴിഞ്ഞപ്പം അവർക്ക് ബോറടിച്ചു. അവരവിടുന്ന് ചാടിയിറങ്ങി. കാരണം അതിനുശേഷം അവരുടെ കമൻറ്റ്, നിങ്ങളുടെ മസ്തിഷ്കം വേർപെടുന്ന തരത്തിൽ തുറന്ന മനസ്സ് ഒരിക്കലും ഉണ്ടാകരുതെന്നാണ്. എന്നാൽ ഇതിൽ പങ്കെടുക്കുന്നവർ പലരും ബോഡിക്ക് ഒരു പോസിറ്റിവിറ്റി ലഭിക്കും എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത്. അതിനോട് സുചിത്ര കൃഷ്ണമൂർത്തിക്ക് യോജിപ്പില്ല. നിങ്ങളുടെ മസ്തിഷ്കം തീർച്ചയായിട്ടും പൊട്ടിത്തെറിക്കുന്ന മനസ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തുറന്ന മനസ്സ് ഇതിന് പങ്കെടുത്താൽ ഉണ്ടാകുമെന്ന് ആണ് ഇവർ പറയുന്നത്. ഇവർക്കത് ഒരിക്കലും അംഗീകരിക്കാനോ അതിനോട് യോജിക്കാനോ അതിനോട് പങ്കെടുക്കാനോ കഴിയില്ല. അത് നമ്മുടെ മസ്തിഷ്കം അല്ലെ ബ്രെയിന് വളരെയധികം വേർപെടുന്ന രീതിയിൽ, പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ചിന്ത വന്നാൽ അത് മനസ്സിൽ വലിയ വിക്ഷോഭങ്ങൾ ഉണ്ടാക്കും എന്നാണ് അവരുടെ നിഗമനം. അവരെന്തായാലും ഇതിനോട് എതിർത്ത് ഇതിലൊരു പങ്കെടുക്കാതെ അവിടുന്ന് ചായി. ഇന്ത്യക്കാർ പലരും പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇവർക്കൊരു മനസ്സിനൊരു ശാന്തത കിട്ടിയത് ഇവരവിടുന്ന് ഇറങ്ങിയ ശേഷം ഒരു നല്ലൊരു കുടി കഴിഞ്ഞ് ഒരു ഗായത്രി മന്ത്രം ജപിച്ചപ്പോഴാണ് മനസ്സിന് ശാന്തത ലഭിച്ചതെന്ന്. ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളിലും പലരും പോയി ചാടി മനസ്സ് വിക്ഷോഭം അല്ലെങ്കിൽ മനസ്സ് വളരെയധികം വേദനപ്പെടുകയും അത് മനസ്സ് വീർത്ത് പൊങ്ങുകയും അത് പൊട്ടിത്തെറിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു വേദനയോ അല്ലെങ്കിൽ അതുപോലെ ഒരു ടെൻഷനോ അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സ്ഥലത്ത് പോകരുത് എന്നുള്ള അർത്ഥത്തിലാണ് സുചിത്ര കൃഷ്ണമൂർത്തി അത് കഴിഞ്ഞപ്പം പ്രതികരിച്ചത്. അങ്ങനെയാണ്. ഏതായാലും ബോഡിക്ക് ചിലർക്ക് പോസിറ്റിവിറ്റി കിട്ടുന്നു എന്നും പറയുന്നുണ്ട്. 1980 ജർമ്മനിയിൽ ഈ രീതിയിലുള്ള ചില ന്യൂഡ് പാർട്ടികൾക്ക് ഉദയം കൊണ്ടത്. ഇതിനെതിരെ വ്യാപകമായ പ്രക്ഷോഭം അവിടെ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴേ അവിടെ അങ്ങനെ നടക്കുകയാണ്. ഇവർക്ക് അത് ഒരിക്കലും അംഗീകരിക്കാനും പറ്റില്ല. 20 മിനിറ്റ് കഴിഞ്ഞപ്പം പുറത്ത് ചാടി ഒരു കുളിയും കഴിഞ്ഞു അവർ ഉടനെ ചെയ്തത്
ഒരു ഗായത്രി മന്ത്രം അവർ ഉരുവിട്ടു. നമുക്കറിയാം, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഇന്ത്യയിൽ പല പല യോഗികളും പല പല ആചാര്യന്മാരും ഒക്കെ നമ്മൾക്ക് പാരമ്പര്യമായി, ഇന്ത്യയുടെ പൈതൃകമായി ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ശാന്തി കിട്ടും, അവരുടെ കുടുംബാംഗങ്ങൾ വേർപെട്ട പോയ ദുഃഖത്തിൽ നിന്ന് അവർക്കൊരു മോചനം, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ പ്രക്ഷുബ്ധമായ ചില അനുഭവങ്ങൾ വെച്ച് ശാന്തത തേടി ഹിമാലയത്തിൽ പോകുന്നവരുമുണ്ട്. ഇവിടെ തന്നെ പലരും, പല സമുദായക്കാരും, ക്രിസ്ത്യൻ സമുദായക്കാർ പ്രാർത്ഥനാലയങ്ങളിൽ അഭയം തേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു സമൂഹം സന്യാസിമാരുടെ അവരുടെ ചില മഹത് വചനങ്ങൾ ചേർത്ത് അവരുടെ ചില പ്രഭാഷണങ്ങളിൽ ഇവർ പങ്കെടുക്കുമ്പോൾ കുറേ ശാന്തി ലഭിക്കും. ചിലർ ഏകാഗ്രമായി അവരുടെ വീട്ടിലും അല്ലെങ്കിൽ പള്ളികളിൽ അല്ലെങ്കിൽ മോസ്കിൽ അവിടെയൊക്കെ പോയി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണാം. മനസ്സിൻ്റെ ഏകാഗ്രത ആണ് ഇതിൽ ഏറ്റവും അടിയന്തരമായി ഒരാൾക്ക് ലഭിക്കേണ്ടത്. ഈ പ്രക്ഷുബ്ധമായ മനസ്സ് ശാന്തരാകാൻ അതേ മാർഗമുള്ളൂ. അങ്ങനെ മനസ്സ് പ്രക്ഷുബ്ധമാകും ഇതുപോലെയുള്ള ന്യൂഡ് പാട്ടിൽ പങ്കെടുത്താൽ എന്നാണ് സുചിത്ര കൃഷ്ണമൂർത്തിയുടെ അനുഭവം പഠിപ്പിക്കുന്നതും അവർ പറഞ്ഞതും അങ്ങനെയാണ്. എന്തായാലും ഇതുപോലെയുള്ള ന്യൂഡ് പാട്ടുകളിൽ ഇന്ത്യക്കാർ, മലയാളികളൊക്കെ വിദേശങ്ങളിൽ പലയിടത്ത് സ്ഥലത്തും പോയി പങ്കെടുക്കുകയും അവർക്ക് അതിൻ്റെ അനുഭവം ലഭിക്കുകയും ചെയ്തു. ഏത് രീതിയിലുള്ള അനുഭവമാണ് പിന്നെ അവർക്കുണ്ടായത്, സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നവരും ഉണ്ടാവാം. ഇതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിനെ അവർ ത്രസിപ്പിക്കുന്നതായ ചില സംഭവങ്ങളാണെങ്കിൽ മനസ്സ് തീർച്ചയായിട്ടും ഒരു ക്രിമിനാലിറ്റിയിലോട്ടൊക്കെ ചിലപ്പം പോകാൻ സാധ്യതയുണ്ട്. ശാന്തമായ ഒരു മനസ്സുണ്ടാകാനും സാധ്യത കുറവാണ്. എന്തായാലും ഈ രീതിയിലുള്ള ഒരു പരീക്ഷണത്തിനൊന്നും ആരും തയ്യാറാകാതിരിക്കുന്നതാണ് നല്ലത്. ശാന്തമായ മനസ്സുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെയുള്ളൂ. ഏതായാലും നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള ചില ആൾക്കാർ ഗോപ്യമായി ചില പ്രശ്നങ്ങളിൽ ചാടിയത് നമ്മൾ കണ്ടിട്ടു. കോട്ടയത്ത് ഏകദേശം 10-20 പേര് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ച് അവരെ സോഷ്യൽ മീഡിയയിൽ അവരെല്ലാവരും ഒന്നിച്ച് ചില കാര്യങ്ങൾ പങ്കുവെച്ചു. അവർ ആ ഹോട്ടലിൽ താമസിച്ചിട്ട് അവരുടെ കാറിൻ്റെ കീയെ അവർ ലോട്ടിട്ട് ആ കീ ലഭിക്കുന്ന ആൾ മറ്റൊരാളുടെ ഭാര്യയുമായിട്ട് ഒന്നിച്ച് മുറിയിൽ കഴിയാം. അങ്ങനെ ഒരു സംഭവം കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനവിടെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഇങ്ങനെയാണ്, ഇതിനു വേണ്ടിയിട്ടാണ് തന്നെ ഹോട്ടലിൽ കൊണ്ടുപോയത് എന്ന് ഒരു സ്ത്രീക്ക് തോന്നിയപ്പം ഭർത്താവുമായിട്ട് തെറ്റി. അവർ അവിടുന്ന് ഓടി അവരുടെ വീട്ടിൽ പോയി. ഭർത്താവിൻ്റെ വീട് ഉപേക്ഷിച്ച്, അയാളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് അവരുടെ വീട്ടിൽ കുട്ടികളുമായിട്ട് പോയി. പക്ഷേ ആ ഭർത്താവ് പിന്നീട് അവരെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായ. അത് ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ നമ്മളറിയാതെ സമൂഹ മധ്യത്തിൽ നടക്കുന്നത്. ഇതൊക്കെ വൈകൃതങ്ങളായ സെക്സ് ചിന്തകളിൽ നിന്നും വരുന്നതാണ്. അതൊക്കെ ശാന്തരാക്കണം. ഇന്ത്യയുടെ സംസ്കാരം അതല്ല, നമ്മുടെ സംസ്കാരം. ഇതെല്ലാം ഒത്തിരി നമ്മൾ ഇന്ത്യക്കാർ BC മുതൽ കണ്ട് കേട്ട് കിടന്നിട്ട് അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ ഇന്ത്യയിലെ ചിന്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലെയുള്ള ചിന്തകൾക്കൊരു പരിഹാരം കാണുന്നതിനുള്ള അതീന്ദ്രിയമായ ചില ധ്യാനങ്ങളുമൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പൈതൃകം, ഇന്ത്യയുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തെപ്പറ്റി പറയാനുള്ളൂ.